ആ ഖബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹുൽ മുഹദ്ദബിൻ്റെ 2-ാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ وهناك ما يناسب بمقام هذا العالم الكبير. ഈ വലിയ പണ്ഡിതൻ, വലിയ മഹാനായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച നിലക്ക് അവിടുത്തെ ഖബറിൻ്റെ മുകളിൽ ഉണ്ട്. അവിടുത്തെ ഖബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം നവവിയും ഇമാം റാഫിയും ഇമാം ഗസാലി ഇമാം ഇബ്നു ഹജർ ഹൈതമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഷാഫിഈ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, ഹനഫി മദ്ഹബിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും, അതുപോലെ മാലിക്കി ഹംബലി മദ്ഹബിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ, അതുപോലെ സയ്യിദന്മാരുടെ ഖബറിൻ്റെ മുകളിൽ, ആലിമീങ്ങളുടെ ഖബറിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കുന്നത്, കുബ്ബയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മഖാമിൽ നമ്മൾ കുബ്ബുണ്ടാക്കി. പണി തീർന്നില്ലേ? പണി തീർന്നില്ലേ? പണി തീർന്നില്ലെന്ന്. അൽഹംദുലില്ലാഹ്. ആ ചോദിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. അല്ലാഹു തആല കണക്കാക്കിയാത്ത വരും. അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത്. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെ സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈമാന് അങ്ങ് നഷ്ടപ്പെട്ടു പോവും, ഫീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോടും കളിച്ചാൽ നമ്മൾ പീസൂരിപ്പോവും. താജുൽ ഉലമ അഹ്ലു ബൈത്ത് മാത്രമല്ല, വലിയ ആലിമല്ലേ, വലിയ ആലിമല്ലേ താജുൽ ഉലമൻ്റെ മരണം വരെ